നമസ്കാരം. ഇന്ന് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഹെയർ ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. ഹെയർ ഡ്രോയിങ് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സ്ട്രെസ്സാണ്, ഭയങ്കര തലവേദനയാണ്. വരയ്ക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് വരുന്നുണ്ട്. ഞാൻ ആദ്യം ഒന്ന് അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് തയ്യാറാക്കാം, എന്നിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം അതിൻ്റെ ഏരിയ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഫ്രീ ഹാൻഡായിട്ട് ഇതുപോലെ മുടി ഏതൊക്കെ ഭാഗത്തായിട്ടാണ് വരുന്നത് അതിൻ്റെ ഒരു സ്കെച്ച് തയ്യാറാക്കണം. ഞാനിപ്പോൾ ലൈറ്റായിട്ട് ഞാനതിൻ്റെ ഏരിയ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനതിൻ്റെ സ്കെച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡാർക്ക് ചെയ്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. നമുക്കതിൻ്റെ ഏരിയ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഒന്ന് ഡാർക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സ്കെച്ച് തയ്യാറാവും. ഞാനിപ്പോൾ HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് സ്കെച്ച് ചെയ്യുന്നത്. ഔട്ട്ലൈൻ ഓക്കെയാണ്. ഇനി എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ഷെയ്ഡിങ്ങിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പേ അതിൽ വരുന്ന ലൈറ്റ്നിങ് നമ്മൾ ഫിക്സ് ചെയ്യണം. ലൈറ്റ് സോഴ്സ് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ലൈറ്റ് അടിക്കുന്നത്, ഹൈലൈറ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ഹെയർ ഡ്രോയിങ്ങിൽ ഹൈലൈറ്റിന് നല്ലൊരു റോളുണ്ട്. ഈ ഒരു ഭാഗത്ത് ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റ് വരുന്ന ഏരിയാസ് ഞാനൊന്ന് വട്ടം മാർക്ക് ചെയ്ത് ഞാൻ കാണിക്കാം. ഈ ഒരു പോർഷനിൽ ലൈറ്റ് ആയിരിക്കും. അതിൻ്റെ അകത്തൊന്നും നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഹെയർ എന്ന് പറയുന്നത് ഒരു ലൈൻ അല്ല. പലരും ഇങ്ങനെ ലൈൻസ് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് ഹെയർ വരയ്ക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഹെയർ എന്നത് വോള്യൂമുള്ള ഷേപ്പാണ്. ഞാനൊന്ന് സ്കെച്ച് ചെയ്ത് കാണിക്കാം. പലരും വരുത്തുന്നൊരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതൊന്ന് മനസ്സിലാക്കുക. കണ്ടില്ല, ഇതുപോലെ ലൈനായിട്ട് ഇങ്ങനെ വരയ്ക്കും, അത് റോങ് ആണ്. കണ്ടില്ലേ, ഇതുപോലെ ഒരു വളഞ്ഞു പോകുന്ന ഒരു ഷേപ്പാണ് ശരിക്കും പറഞ്ഞാൽ മുടി. ഇതാണ് ഓക്കെ. ഇങ്ങനെ നമ്മൾ ചെയ്യണം. കണ്ടില്ലേ, ഓരോ ഡയറക്ഷൻ നോക്കുക. ഹെയറിൻ്റെ നമ്മുടെ തലയോട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏത് ഡയറക്ഷനിലേക്കാണ് മുടി പോകുന്നത് നോക്കുക. ഇങ്ങനെയാണ് വളഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ ഫ്ലോ നോക്കി നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കണം. കണ്ടില്ലേ, ഇതാണ് ശരിയായ വഴി. നിങ്ങൾ ഇങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്യണം. ഞാനിപ്പോൾ HB പെൻസിൽ ഫസ്റ്റ് ലെയർ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾ ഡയറക്ഷൻ നോക്കി മാർക്ക് ചെയ്ത് എടുക്കുക. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഹെയർ ഡ്രോയിങ്ങിൻ്റെ പകുതി ഭാഗം നമ്മൾ ചെയ്തു അല്ലേ. നമ്മൾ
ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്താൽ ഇത് പകുതിയും കഴിഞ്ഞു. കണ്ടില്ലേ, ഡയറക്ഷൻ നോക്കുക, അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. ഒരിക്കലും സ്ട്രെയിറ്റ് ലൈനായിട്ട് ചെയ്യുന്നതല്ല. മുടിനാടിരയുടെ ഫ്ലോ, അതിൻ്റെ ഒഴുക്ക് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്. നമ്മൾ തല വാർന്ന് വെക്കാറില്ലേ, ചീപ്പ് ഉപയോഗിച്ച് ചീക്കി വെക്കാറില്ലേ, അതിൻ്റെ സ്റ്റൈൽ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് പോവുക. ഇതിനെ ശരിക്കും പറഞ്ഞാൽ കോണ്ടൂർ ഹാച്ചിങ് എന്നാണ് പറയുന്നത്. ഇതൊരിക്കലും പാരലൽ ഹാച്ചിങ് അല്ല. ഓബ്ജക്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഷെയ്ഡ് ചെയ്യുന്ന, അതിൻ്റെ ഫ്ലോ അനുസരിച്ച് ഷെയ്ഡ് ചെയ്യുന്ന ടെക്നിക്ക് നമ്മൾ പഠിച്ചിരുന്നു ടൈപ്സ് ഓഫ് ഷെയ്ഡിങ്ങിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോണ്ടൂർ ഹാച്ചിങ്, നമ്മളതിൽ 6 ടൈപ്പ് ഷെയ്ഡിങ് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ എടുത്ത് കാണാം, ടൈപ്സ് ഓഫ് ഷെയ്ഡിങ് എന്ന ഭാഗം. കോണ്ടൂർ ഹാച്ചിങ് ആണ്. ഉണ്ട്, ഇതിൻ്റെ ഷേപ്പ് നോക്കുക, ഡയറക്ഷൻ നോക്കുക, അതിനനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ ആദ്യം ചെയ്യണം. പ്രകാശം അടിക്കുന്ന ഭാഗം ഒഴിച്ചിടണം. ഇതാണ് ഹെയർ ഡ്രോയിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നു പ്യുവർ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ സീരിയസ്നെസ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക. നല്ലപോലെ പെൻസിൽ ഷാർപ്പൺ ചെയ്യണം. ഓരോ ലെയറും കവർ ചെയ്ത് കഴിയുമ്പോൾ ഹെയർ ഡ്രോയിങ് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ പെൻസിൽ നല്ലപോലെ ഷാർപ്പൺ ചെയ്യണം. ഷാർപ്പനർ നിങ്ങൾ പുതിയത് തന്നെ യൂസ് ചെയ്യാം. എപ്പോഴും ഒറ്റൊരു ഷാർപ്പനറല്ല. അതൊരു ടിപ്പ് പറഞ്ഞുതരാം. മാക്സിമം ഒരു 3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാർപ്പനർ മാറ്റുക. പുതിയ ഷാർപ്പനർ തന്നെ യൂസ് ചെയ്ത് ഷാർപ്പൻ ചെയ്യുക. എന്നാലും നല്ല സൂചി മൊന കിട്ടും. അല്ലെങ്കിൽ 8P പെൻസിലൊക്കെ നിങ്ങൾ ഷാർപ്പൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് മൊന ഒടിഞ്ഞു പോകും. അത് പെൻസിലിൻ്റെ കട്ടിയില്ലാത്തതുകൊണ്ടല്ല, ഷാർപ്പനറിന് മൂർച്ച ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പുതിയ ഷാർപ്പനർ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ മൂർച്ച കൂട്ടുമ്പോൾ അങ്ങനെ മൊന ഒടിഞ്ഞു പോകത്തൊന്നുമില്ല. എന്നാൽ അത് സെറ്റായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. ഷാർപ്പനറിൻ്റെ ഒരു സെറ്റ് മേടിച്ച് സൂക്ഷിക്കുക. ഇപ്പം ഞാൻ 2B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കണം. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ഒരു സ്കെച്ച് ഔട്ട്ലൈൻ ചെയ്തത് HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ഹെയർ ആയിട്ട് മാർക്ക് ചെയ്ത് പോകുന്ന 2B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ്. ഫസ്റ്റ് ലെയർ 2B ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്തെടുത്തു ഡയറക്ഷൻ. ഇപ്പോൾ അതിൻ്റെ കട്ടി വേണ്ട പോർഷൻ 2B കൊണ്ട് തന്നെ കുറച്ച് പ്രഷർ കൂട്ടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും ഓക്കെ ആണോ? നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ അതിൻ്റെ ഡയറക്ഷൻ നോക്കി മാർക്ക് ചെയ്തെടുക്കുക. കണ്ടില്ലേ, കട്ടി വേണ്ട പോർഷൻ കുറച്ച് പ്രഷർ കൂട്ടി വരച്ചെടുത്താൽ മതിയാവും. അതിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പെൻസിലിൽ നല്ലപോലെ സൂചിമന ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഉദ്ദേശിച്ച ലൈൻ കിട്ടില്ല, റിസൾട്ട് കിട്ടില്ല. ഇനി അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാൻ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ ബ്രഷായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഫസ്റ്റ് ലെയർ എപ്പോഴും ബ്ലെൻഡ് ചെയ്യുന്നതിന് ഞാൻ ബ്രഷാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതുപോലെ ചെയ്തെടുക്കണം.
ഇനി അടുത്ത ഗ്രേഡ് എടുക്കാം, 4B എടുക്കാം. കുറച്ചുകൂടെ ഡാർക്ക് വരുന്നുണ്ടാവും. ഡാർക്ക് വേണ്ട ഏരിയ നോക്കി ഡയറക്ഷൻ അനുസരിച്ച് ലൈൻസ് മാർക്ക് ചെയ്യാം, ഷെയ്ഡ് ചെയ്യാം. പെൻസിൽ ഞാൻ ഷാർപ്പൻ ചെയ്യുന്നുണ്ട്. ഷാർപ്പൻ ചെയ്യാൻ ഒരിക്കലും മടി പിടിക്കരുത്. നല്ലപോലെ ഷാർപ്പൻ ചെയ്തതിന് ശേഷം മാത്രം വരക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും നല്ലൊരു സൂചി മോന് ആവശ്യമാണ് അതിൻ്റെ ഓരോ ഹെയർ മാർക്ക് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്തെടുക്കുക, കണ്ടില്ലേ? എന്നാലും നല്ല റിസൾട്ട് കിട്ടൂ. ഓരോ മുടിനാടിര നമുക്ക് ചെയ്തെടുക്കാൻ കഴിയണം. വരയ്ക്കുമ്പോൾ ഷെയ്ഡ് കൊടുക്കുമ്പോൾ അത് മുടിനാടിരയാണ് എന്ന് ഓഡിയൻസിന്, കാണുന്ന ആളുകൾക്ക് തോന്നണം. അത്രയും ക്ഷമയോടുകൂടി നമ്മൾ ചെയ്തെടുക്കണം. നല്ല എഫേർട്ട് ഉണ്ട് ഹെയർ ഡ്രോയിങ് ചെയ്യാനും പഠിക്കാനൊക്കെ ആയിട്ട്. നിങ്ങൾ മാക്സിമം റിപ്പീറ്റ് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ക്ലാസ് നിങ്ങൾ 2-3 തവണ ഇരുന്ന് കാണുക. അതിനുശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ കൈ കൊണ്ട് പെൻസിലെടുത്ത് നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം ഹെയർ ഡ്രോയിങ് ഒരു, ഞാൻ കണക്ക് പറയുന്നില്ല, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന അത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, നല്ലപോലെ സമയം കൊടുത്ത്. ഓക്കെ, ഇതുപോലെ ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം ചെയ്ത ലെയറിൻ്റെ മേലെയായിട്ട് ഫസ്റ്റ് ലെയർ 2B കൊണ്ടാണ് ചെയ്തത്. അത് ഞാൻ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തു. ഇപ്പോൾ 4B ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ലെയർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്യാം. ഈ ഒരു ഡയറക്ഷനിൽ കുറച്ച് ഡാർക്ക് ഉണ്ടാവും. മുടിനാടിര ചേരുന്ന ഭാഗത്ത്, കുറച്ച് കട്ടിയിൽ മുടികൾ ചേരുന്ന സ്ഥലത്ത് നല്ല ഡാർക്കായിട്ടായിരിക്കും കാണുന്നത്. അവിടെ ഞാൻ കുറച്ച് പ്രഷർ കൂട്ടി ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ഈ മുടികൾ ചേരുന്ന ഈ ഒരു ഭാഗത്ത്, ആ കുഴിഞ്ഞ ഒരു പോർഷനിൽ നല്ല ഡാർക്ക് ഉണ്ടാവും. കുറച്ച് കട്ടിയിൽ ഷെയ്ഡ് കൊടുക്കാം. ഷെയ്ഡ് കുറച്ച് ഡാർക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഡെപ്ത് ഫീൽ ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതുപോലെ ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ മാത്രം നോക്കി മനസ്സിലാക്കി, ലൈറ്റ് വേണ്ട ഭാഗങ്ങൾ ഒഴിച്ചിട്ട് നമ്മൾ ഷെയ്ഡ് കൊടുക്കുക. കണ്ടില്ല? എല്ലായിടത്തും ഒരുപോലെ ഷെയ്ഡ് കൊടുക്കണം എന്നല്ല. നമ്മൾ ആദ്യം ഹൈലൈറ്റ് വേണ്ട പോർഷൻ ഒഴിച്ചിട്ടു, പേപ്പർ വൈറ്റ് കണ്ടില്ലേ? പിന്നെ അതിനോട് ചേരുന്ന ഭാഗത്ത് ലൈറ്റായിട്ട് ഷെയ്ഡ് മാർക്ക് ചെയ്തു. പിന്നെ കുറച്ചുകൂടെ മിഡ് ടോൺ ചെയ്തു. പിന്നെ ഡാർക്ക് ടോൺ വേണ്ട ഭാഗങ്ങൾ നോക്കി ഡാർക്ക് കൊടുത്ത് നമ്മൾ പോകുന്നുണ്ട്. ഓർഡർ എപ്പോഴും കീപ്പ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഷെയ്ഡിങ്ങിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുക.
ഹെയർ വരയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഫ്ലോ നോക്കണം, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ. നമ്മൾ കൊടുക്കുന്ന ഫ്ലോ മാറിപ്പോയാൽ അതിൻ്റെ ഫിനിഷിങ് കിട്ടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പലരും മറ്റൊരു ലെയറിൽ തന്നെ ഹെയർ ഡ്രോയിങ് അവസാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്, ഷെയ്ഡ് കൊടുക്കാൻ കുറച്ച് മടിയായിട്ട്. അങ്ങനെ ചെയ്യരുത്, അതിൽ ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ നല്ലപോലെ 100% കമ്മിറ്റ്മെൻറ്റോടു കൂടി നിങ്ങൾ ഓരോ ടാസ്കും ചെയ്യുമ്പോഴാണ് അതിന് റിസൾട്ട് കിട്ടുക. ഇതിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്കിനും ലൈറ്റിനും ഇടയിൽ മിഡ് ടോൺ വേണം. കണ്ടില്ലേ, നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷെയ്ഡിൻ്റെ ആ ഒരു ടോൺ കാണുന്നില്ലേ, അതുകൂടെയൊക്കെ ചേരുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് കഴിയുന്നത്. പ്രകാശം അടിക്കുന്ന ഭാഗം ഒഴിച്ചിടണം. അതിൻ്റെ ഇടയിൽ ആ ഒരു മിഡ് ടോൺ വരുന്ന സമയത്ത് സഡൻ കോൺട്രാസ്റ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. ആ മിഡ് ടോൺ ഷെയ്ഡിങ്ങിൽ സഹായിക്കും. നല്ല റിസൾട്ട് തന്നെയാണ് കാണിച്ചു തരുന്നത്. ഇനി അടുത്ത ഗ്രേഡ് ചെയ്യാം. 6B ഞാൻ എടുത്തിട്ടുണ്ട്. 6B കൊണ്ട് നല്ലപോലെ ഷാർപ്പൻ ചെയ്തതിന് ശേഷം ഡാർക്ക് വേണ്ട ലൈൻസുകൾ നോക്കി ഇതുപോലെ ഹെയർ നോക്കി മാർക്ക് ചെയ്യുക. ഹൈലൈറ്റ് ഒഴിച്ചിടുന്നുണ്ട്, കണ്ടില്ലേ, അടുപ്പിച്ചിട്ടല്ല ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത്. ഒരു മുടിനാഴിയുടെ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പേപ്പർ വൈറ്റ് ഒഴിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും ഡാർക്ക് ചെയ്തു പിന്നീട് ഇറേസർ ഉപയോഗിച്ച് ചെയ്തെടുക്കുമ്പോൾ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് ബിഗിനേഴ്സിന്. കണ്ടില്ലേ, അതിൻ്റെ ഫ്ലോ നോക്കുക. സ്കാൽപ്പിൽ നിന്ന് ഹെയർ തുടങ്ങുന്ന ആ സ്ഥലത്ത് നിന്ന് എങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ, മുടിയുടെ ഒഴുക്ക് നോക്കി ഫ്ലോ നോക്കി മാർക്ക് ചെയ്യാം. ഇതുപോലെ ഡാർക്ക് വേണ്ട പോർഷൻ കുറച്ച് സ്മഡ്ജ് ചെയ്യാൻ വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കണം. പെൻസിൽ ഇടയ്ക്കിടെ ഷാർപ്പൻ ചെയ്യണം. ഹെയർ ഡ്രോയിങ്ങിൽ പെട്ടെന്ന് പെൻസിൽ തീരും എന്ന് പേടിച്ച് ഷാർപ്പൻ ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, നല്ല റിസൾട്ടാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തന്നെ മുമ്പോട്ട് പോവാം. ചിലപ്പോൾ നമുക്ക് എത്രയോ പെൻസിലുകൾ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ നമ്മളുടെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്ത് മുമ്പോട്ട് പോവാം. ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളുടെ ആർട്ട് മെറ്റീരിയൽസ് മേടിക്കുന്നത് അതൊരിക്കലും അതൊരു ചിലവല്ല, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുക, നമുക്ക് വേണ്ടിയിട്ടാണെന്ന് കാണുക. 6B ഉപയോഗിച്ചുകൊണ്ട് ഡാർക്ക് വേണ്ട പോർഷൻ ഇതുപോലെ ഡാർക്ക് ചെയ്തെടുക്കുക. മുഴുവനും കവർ ചെയ്യരുത്, നമ്മൾ സൂക്ഷ്മതയോടെ നോക്കുക. എവിടെയാണ് ഡാർക്ക് ഇരിക്കുന്നത് അവിടെ മാത്രം കവർ ചെയ്യുക. മിഡ് ടോണിലേക്ക് പോകുമ്പോൾ പ്രഷർ കുറച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഡാർക്കിൽ മെൻഷൻ ചെയ്ത പോലെ ചെയ്യരുത്, റിസൾട്ട് കിട്ടില്ല. മുടിയുടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് താഴെയായിട്ട് ഡാർക്ക് അരിയും കുറച്ച് ഡാർക്ക് കാണുന്നുണ്ടാവും. അവിടെ നമുക്ക് 6B ഉപയോഗിച്ചുകൊണ്ട് പ്രഷർ കുറച്ച് മാർക്ക് ചെയ്യാം. ഡാർക്ക് വേണ്ട പോർഷൻ ചെയ്തെടുക്കണം. ആ ഒരു ഫ്ലോ അനുസരിച്ച് മുടിയുടെ ഡയറക്ഷൻ നോക്കണം, എന്നാലും നമുക്ക് ആ ഒരു ഫീല് കിട്ടൂ. കണ്ടില്ല, ഇതുപോലെ ചെയ്തെടുക്കാം. ഡാർക്ക് വേണ്ട പോർഷൻ മാത്രം.
ഇനി നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഹെയർ ഡ്രോയിങ്ങിൽ കൂടുതലും. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാശം അടിക്കുന്ന ഭാഗം പേപ്പർ വൈറ്റ് ഒന്ന് ഇറേസ് ചെയ്തെടുക്കാം, കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ്നെസ് എടുത്ത് കാണിക്കാനായിട്ട്. ഞാൻ നോർമൽ ഇറേസർ ഉപയോഗിച്ചുകൊണ്ട് മായ്ച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ചെറിയൊരു ഇറേസർ എടുക്കാം. നോർമൽ ഇറേസർ ചെത്തിയെടുത്ത് നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ ആക്കിയെടുക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ കയ്യിൽ ഇറേസർ പെൻസിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. മുടിനാഴിരയുടെ കണ്ടില്ലേ, ഇതുപോലെ വൈറ്റ് വേണ്ട പോർഷൻ നോക്കി ഇതുപോലെ മാർക്ക് ചെയ്തെടുത്താൽ മതി. കുറച്ചുകൂടെ റിസൾട്ട് കിട്ടും. മുഴുവനായിട്ടും ചെയ്യരുത്, നോക്കണം. ഒരു ഭാഗത്ത് കുറച്ച് ഒരു 3-4 ലൈൻ കൊടുത്താൽ മതി, ഇങ്ങനെ മായ്ച്ചെടുത്താൽ മതി. ഓവറായിട്ട് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡിങ് മൊത്തം പോകും. അത് നമ്മൾ നോക്കണം. കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ഇറേസ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഹെയർ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റഫായിട്ട് ഒരു പേപ്പറിൽ വരച്ച് ഷെയ്ഡ് കൊടുത്ത് അതിൽ നിങ്ങളൊന്ന് ഇറേസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഓക്കെ ആയതിനു ശേഷം മാത്രം നിങ്ങളുടെ മെയിൻ ഡ്രോയിങ്ങിൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. ഇറേസർ നിങ്ങൾക്ക് ഇറേസർ പെൻസിൽ യൂസ് ചെയ്യാം. അത് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം താഴെ, നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. മോണോസീറോ ഇറേസർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ബിഗിനേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഇറേസർ പെൻസിൽ തന്നെയാണ്. അത് നമ്മളുടെ ഇഷ്ടത്തിന് ഷാർപ്പൻ ചെയ്ത് അതിൻ്റെ മുന നമുക്ക് കൂർപ്പിച്ചെടുക്കാനും നമ്മളുടെ സൈസ് അനുസരിച്ച് വേണ്ട വിധത്തിൽ നമുക്ക് കൂർപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഇറേസർ പെൻസിൽ ബിഗിനേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കണം. HB പെൻസിൽ എടുക്കാം. HBയോ 2Bയോ യൂസ് ചെയ്യാം, ലൈറ്റായിട്ടുള്ള ടോൺ കിട്ടാൻ. കാറ്റത്ത് ഇങ്ങനെ മുടിനാടിര ഇങ്ങനെ പറക്കുന്ന ഒരു ഫീൽ കിട്ടാനാണ്, കുറച്ചുകൂടെ ഒരു റിയാലിറ്റി തോന്നാൻ. നമുക്കിങ്ങനെ 1-2 മുടിനാടിര ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ വരച്ചെടുക്കണം. കണ്ടില്ലേ, നമുക്ക് ലാസ്റ്റ് കൂടുതൽ ചെയ്താൽ മതി. ഇത് ഇങ്ങനെ ചെയ്തെടുക്കുക, HB യൂസ് ചെയ്താൽ മതി. ഇത് നമ്മൾ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ഒരു ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ ബിഗിനേഴ്സിന് വേണ്ട 2-3 ടാസ്കുകൾ ചെയ്തിരുന്നു ഹെയർ ഡ്രോയിങ്ങിൻ്റെ. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഡ്രോയിങ് നിങ്ങൾ ചെയ്യുക. നേരിട്ട് ഇതിലേക്ക് വരരുത്. ഓക്കെ, ആദ്യത്തെ ലളിതമായ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാം. ഇനി നമുക്ക് ഡാർക്ക് വേണ്ട പോർഷൻ കുറച്ചുകൂടെ 8B ഉപയോഗിച്ചുകൊണ്ട് ഡാർക്ക് ചെയ്തെടുക്കാം.
പ്രകാശം അടിക്കുന്ന ഭാഗം ഫില്ലാകരുത്. അത് നമ്മൾ പ്രത്യേകം നോക്കണം. ലൈറ്റ്നിങ് അതിനിടയിൽ കാണണം. എന്നാൽ ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യുകയും വേണം. നല്ലപോലെ സൂക്ഷ്മതയോടുകൂടി നമുക്ക് ശ്രദ്ധ വേണം. നല്ലപോലെ തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് പോകരുത്. ഓക്കെ, ഇതുപോലെ നോക്കി കണ്ട് ചെയ്യാം. നമ്മളിതിൽ 2B ഉപയോഗിച്ചിട്ടുണ്ട്, 4B ഉപയോഗിച്ചിട്ടുണ്ട്, 6B ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് 8B കൊണ്ട് ലെയറായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇതിലും ബെറ്റർ ആക്കാനായിട്ട് കഴിയും. എന്നാൽ ബിഗിനേഴ്സിന് ഇത് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത്രയും ലെയറിൽ ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ്. 8B വരെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒന്ന് ഷാർപ്പൻ ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് ഷെയ്ഡ് കൊടുക്കാം. അടുത്ത ഗ്രേഡ് 10B ഒക്കെ 10B 12B ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. നല്ലത് തുടക്കക്കാർക്ക് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ലെവലിൽ ഞാനിതിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇത്രയും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക, വരയ്ക്കുക. നമ്മൾ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകും. എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മുമ്പോട്ട് പോവുക. അതാണ് ശരിയായ പഠനം. അല്ലാതെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഡിയോ കണ്ട് പോയതുകൊണ്ട് കാര്യമില്ല. സ്റ്റെപ്പായിട്ട് തന്നെ മുമ്പോട്ട് പോകണം. ഓർഡർ അനുസരിച്ച് തന്നെ കോഴ്സ് പാത്ത് ഫോളോ ചെയ്യുക. ഈ പോർഷനിൽ ഡാർക്ക് ഉണ്ടാവും. കുറച്ചുകൂടെ ഡാർക്ക് വേണ്ട ഭാഗം നോക്കി ചെയ്തെടുക്കുന്നുണ്ട്. 8B കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ആക്ഷൻസ് എടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നല്ലപോലെ 8B ലെയർ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ പുറത്തേക്ക് പോകാതെ നോക്കണം. ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോകാതെ. പേപ്പറിന് നല്ല നീറ്റ്നെസ് വേണം. നമ്മുടെ ഡ്രോയിങ് തയ്യാറാക്കിയ സ്കെച്ച് ബുക്ക് അല്ലെങ്കിൽ ഡ്രോയിങ് ഷീറ്റിൽ നല്ല വൃത്തി ഉണ്ടാകണം, നീറ്റ്നെസ് ഉണ്ടാകണം. അതും നമുക്ക് നമ്മളുടെ ചിത്രം വരയ്ക്ക് ഒരു മാർക്ക് തന്നെയാണ്. ഓക്കെ, ഇത്രയും ചെയ്തെടുക്കുക. പ്രകാശം അടിക്കുന്ന ഭാഗം ഒഴിച്ചിടുക. അതിൻ്റെ ഇടയിൽ മിഡ് ടോൺ വേണ്ട ഭാഗം മിഡ് ടോൺ ആയിട്ട് തന്നെ കാണിക്കണം. അതൊരു ബ്രിഡ്ജാണ് ശരിക്കും പറഞ്ഞാൽ ഷെയ്ഡിങ്ങിൻ്റെ. മിഡ് ടോൺ, ലൈറ്റ് ടോൺ, മിഡ് ടോൺ, ഡാർക്ക് ടോൺ, ആ ഒരു സ്റ്റെപ്പ് അതിൽ കാണണം. കണ്ടില്ലേ? ഹൈലൈറ്റിന് നല്ല പ്രാധാന്യമുണ്ട്. അതും നമ്മൾ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും പ്രാക്ടീസ് ചെയ്യുക, മുമ്പോട്ട് പോവുക. ആക്ഷൻസ് എടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. ബൈ.